ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനുള്ള മിഞ്ചിയുമായിട്ട് ഭാനുമ്മയുടെ മുന്നിലോട്ടാണ് കേട്ടോ ഗിരി വരുന്നത്. അങ്ങനെ ഗിരിയുടെ ആ വരവ് കാണുമ്പോൾ തന്നെ ഭാനുമ്മക്കും കുഞ്ഞാറ്റക്കും സംശയം തോന്നാണ് കേട്ടോ. ഇതേ സമയം എന്താടാ നിൻ്റെ കയ്യിൽ നീ ഇങ്ങ് തന്നെ, അത് അമ്മ പറഞ്ഞ സാധനങ്ങളാണ് എന്ന് പറയുമ്പോൾ അമ്മ പറയാത്തൊരു സാധനവും ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇഞ്ചി എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ആ ഇഞ്ചിയെ ചൊല്ലി തന്നെ പിന്നീട് ഗിരിക്ക് പ്രശ്നമാവാണ്. അങ്ങനെ കുഞ്ഞാറ്റ വന്നിട്ട് ചോദിക്കുകയാണ്, എല്ലടാ ഇഞ്ചി എവിടെ, ഇഞ്ചി മേടിച്ചിട്ടുണ്ടോ? ആ ഉണ്ടല്ലോ, ആ എന്നങ്ങ് തന്നേ. ഇല്ല ഞാൻ തരില്ല, ഞാൻ കൊണ്ടുവെക്കാം. ഇതെന്താ നിൻ്റെ കയ്യിൽ ഒരു പന്തികേടുണ്ടല്ലോ, വന്നത് മുതൽ ഞാൻ ഈ സാധനങ്ങൾ ചോദിക്കുമ്പോൾ നീ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാനുമ്മയും കുഞ്ഞാറ്റയും കൂടി ഗിരിയുടെ കയ്യിൽ നിന്നും ആ സഞ്ചി മേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സഞ്ചി മേടിക്കുമ്പോൾ ഗിരിയുടെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. കാരണം മിഞ്ചി അത് കണ്ടെത്തുമോ, എൻ്റെ മഞ്ജു പറഞ്ഞ മിഞ്ചി അത് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പിടിക്കപ്പെടുമല്ലോ ഈശ്വര, എൻ്റെ അമ്മക്ക് മുന്നിൽ താൻ എന്ത് പറയും എന്ന ആ പേടി ഗിരിക്കുള്ളിൽ വരണം കേട്ടോ. ഇതേ സമയം കുഞ്ഞാറ്റയാണെങ്കിലോ സഞ്ചിയിലോട്ട് കൈയിട്ടിട്ട് ഗിരിയെ ഒന്ന് നോക്കുമ്പോൾ ഗിരി ആകെ ഞെട്ടിപ്പോയി. ഈശ്വര, എന്നെ ഞാൻ വാങ്ങിയത് കണ്ടാണാവോ എന്ന ഭാവത്തിൽ ഗിരി നെഞ്ചിടിപ്പോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ് പറയാണ്, ഇഞ്ചിക്കാണോ നീ ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടത്? അത് പിന്നെ അമ്മയും കുഞ്ഞാറ്റയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഗിരിയോട് ഭാനുമ്മ കയറിപ്പോവാൻ പറയണ കേട്ടോ. അങ്ങനെ ഭാനുമ്മ അങ്ങ് ഗിരിയോട് കയറിപ്പോവാൻ പറയാണ്. ഇതേ സമയം ഈ ചെറുക്കൻ്റെ ഒരു കാര്യം നമ്മളെ ഇട്ട് വട്ടം കറക്കി, എന്തായാലും നീ അത് അകത്തോട്ട് കൊണ്ടുവെക്ക് കുഞ്ഞാറ്റെ എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ അത് കിച്ചണിലോട്ട് കൊണ്ടുവെക്കുന്നു കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും അതിൽ നിന്ന് എടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ഇനി സഞ്ചിക്കുള്ളിൽ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുഞ്ഞാറ്റ അകത്തോട്ടും പോയി ഭാനുമ്മ കിടക്കാനും പോയിട്ടോ. ഇതേ സമയം മഞ്ജുവിൻ്റെ മുന്നിലോട്ട് മിഞ്ചിയുമായി ചെല്ലണമല്ലോ, അതുകൊണ്ട് തന്നെ മഞ്ജു പറഞ്ഞ വാക്ക് അതൊരിക്കലും എനിക്ക് അവളെ ഇങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല, അവൾക്കത് ഒരു സങ്കടമാക്കാൻ പറ്റില്ല എന്ന് കരുതി തന്നെ എല്ലാവരും പോയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സഞ്ചി തിരയാൻ വേണ്ടിയിട്ട് വരികയാണ്. ഉള്ളിലുള്ള മിഞ്ചി തിരയാൻ വേണ്ടിയിട്ട് ഗിരി താഴത്തോട്ട് വരികയാണ്. അങ്ങനെ ആ ഇരുട്ടിൽ പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് രക്ഷപ്പെട്ടു, ഇതിവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സഞ്ചിക്കുള്ളിൽ തെരഞ്ഞ് മിഞ്ചി എടുക്കണം കേട്ടോ. പിന്നീട് ആശ്വാസമാവുകയാണ്. അങ്ങനെ സമാധാനത്തോടു കൂടി മുകളിലോട്ട് വീണ്ടും ഗിരി കയറിപ്പോവാണ്. മഞ്ജു ആണെങ്കിലോ ഗിരി ആ മിഞ്ചിയുമായി വരുന്നതും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരിക്കലും മിഞ്ചി എന്താണെന്ന് അറിയാത്ത ഗിരിയോടാണല്ലോ മഞ്ജു ഇങ്ങനെ മിഞ്ചിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനി മിഞ്ചി കൊണ്ടുവരുന്നത് എന്ത് മിഞ്ചിയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മഞ്ജു ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തൻ്റെ ഭർത്താവ് താൻ പറഞ്ഞ ആഗ്രഹം സാധിപ്പിക്കുമോ, അതോ ഇനി മിഞ്ചിക്ക് വേണ്ടി എവിടെയെല്ലാം നടക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗിരിയുടെ ആ ഡോറ് കേട്ടോ. ഇത് കാണുന്ന മഞ്ജു ഒരുപാട് സന്തോഷവതിയാണ്. മഞ്ജു ആണെങ്കിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. റെഡ് കളർ സാരിയൊക്കെ എടുത്ത് ഗിരിക്ക് മുന്നിൽ ഗിരിയെ ഒന്ന് കണ്ണ് തള്ളിപ്പിക്കുന്ന ആ വേഷത്തിലാണ് കേട്ടോ മഞ്ജു നിൽക്കുന്നത്. ഇതേ സമയം ഗിരി എന്താടോ ഇന്ന് തൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞു. അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി ഗിരിയേട്ടാ? എന്ത് കാര്യം? അത് മിഞ്ചി മേടിക്കാൻ. മിഞ്ചിയുടെ കാര്യമാണോ? അതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യം? അതെന്താ ഗിരിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? മിഞ്ചി എന്ന് പറഞ്ഞ സാധനം മനസ്സിലായോ? അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ്, നീ എന്നെ അത്ര വലിയ പൊട്ടനൊന്നും ആക്കേണ്ട. മിഞ്ചി എന്ന് പറയുന്ന സാധനം ഈ പറയുന്നതല്ലേ, ഈ ഒരു മോതിരത്തിനല്ലേ നീ മിഞ്ചി എന്ന് പറയുന്നത്? അത് കേൾക്കുന്ന മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, അപ്പോൾ ഗിരിയേട്ടന് മിഞ്ചിയും അറിയാമല്ലേ? അപ്പോൾ എന്തായാലും സമാധാനമായി എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നടോ തൻ്റെ മിഞ്ചി എന്ന് പറഞ്ഞിട്ട് ഗിരി കൈക്കുള്ളിൽ കൊടുക്കുമ്പോൾ മഞ്ജു എന്ത് ചെയ്യും? തൻ്റെ കാല് പതുക്കെ എടുത്ത് ബെഡിന് മുകളിലോട്ട് അങ്ങ് വെക്കണം കേട്ടോ. ഇതോടുകൂടി ഗിരി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ഗിരി തൻ്റെ കാലിൽ ആ മോതിരം അണിയുന്നില്ലെന്ന് കാണുമ്പോൾ മഞ്ജു പറയാണ്, ഗിരിയേട്ടാ എന്താടോ ഈ മോതിരം വാങ്ങിക്കൊണ്ട് വന്നാൽ മാത്രം പോരാ, മിഞ്ചി വാങ്ങൽ മാത്രമല്ല ഭർത്താവിൻ്റെ ഡ്യൂട്ടി, ഇത് കാലിൽ ഭർത്താവ് തന്നെ അണിഞ്ഞു തരണം, അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുമ്പോൾ ഇപ്പോഴെനിക്ക് മനസ്സിലായി, നീ എന്നെക്കൊണ്ട് മിഞ്ചി വാങ്ങിപ്പിച്ചത് നിൻ്റെ കാലിൽ ഈ മോതിരം ഇടിപ്പിക്കാനാണല്ലേ. വിരലിലാണെങ്കിൽ അത് ഇടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഇത് കാലിലായതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ഇടും എന്ന് പറഞ്ഞിട്ട് ഗിരി സംസാരിക്കുമ്പോൾ മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. തൻ്റെ ഭർത്താവ് തന്നോട് ഇങ്ങനെ പറയുന്ന ഒരിക്കലും മഞ്ജു പ്രതീക്ഷിച്ചില്ല. മഞ്ജുവിന് താങ്ങാൻ കഴിയാത്തൊരു വാക്കായി. മിഞ്ചിയും വേണ്ട കുഞ്ചിയും വേണ്ട എന്നുള്ള ആ അവസ്ഥയിൽ ഇഞ്ചി കടിച്ചതുപോലെ തന്നെ മഞ്ജു ഇങ്ങനെ നിൽക്കണം കേട്ടോ.
ഇതേ സമയം മഞ്ജുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകട്ടോ. ഈ സമയം മഞ്ജു തൻ്റെ കാല് ബെഡിൽ വെച്ച ആ കാലുണ്ടല്ലോ അത് പതുക്കെ ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കുകയാണ്. ഇതേ സമയം ഗിരിയാണെങ്കിലോ മനസ്സിൽ ഞാൻ എന്തൊരു പൊട്ടനാണ്, അവളുടെ ഭർത്താവല്ലേ, അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കൽ എൻ്റെ ആവശ്യമല്ലേ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. ഇതേ സമയം ആ മിഞ്ചി ഗിരിയിലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങില്ല. പിന്നീട് മഞ്ജു എന്ത് ചെയ്യും, പെട്ടെന്ന് ബെഡിൽ പോയി കിടന്നുറങ്ങാണ്. അത് കാണുന്ന ഗിരിക്ക് ഒരുപാട് സങ്കടമാവാണ് കേട്ടോ. താൻ ഒരിക്കലും മഞ്ജുവിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം. എടാ നീ എല്ലതും ചെയ്യും, ഈ മിഞ്ചിക്ക് വേണ്ടി നീ എവിടെയെല്ലാം നടന്നു, എന്നിട്ട് മഞ്ജുവിനോട് നീ കാണിച്ചതെന്താ എന്ന് ഇങ്ങനെ തൻ്റെ മനസ്സാക്ഷി തന്നെ ഇങ്ങനെ തന്നോട് തന്നെ ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം താൻ എന്താണ് വേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ മഞ്ജു ആണെങ്കിലും സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇതേ സമയം മഞ്ജുവിൻ്റെ കാലിൽ പതുക്കെ പോയിട്ട് മിഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയം മഞ്ജു ചെറുതായി കണ്ണ് തുറന്നപ്പോൾ ഗിരി ആ വിരലിൽ ഇങ്ങനെ മിഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ മഞ്ജു പതുക്കെ എണീക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഗിരി പറയാണ്, എടോ തന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാടോ, ഇത് ഇത്ര വലിയ കാര്യമാക്കി എടുക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നീ മിഞ്ചി ഇടുന്നത്? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറയടോ, ഞാനും കൂടി കേൾക്കട്ടെ. ഉടൻ തന്നെ പറയാണ്, അത് പിന്നെ ഗിരിയേട്ടൻ്റെ ആയുസിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ മിഞ്ചി യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഗിരിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു കിടിലൻ എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്. എന്നാൽ ഈ സമയം മുകുന്ദൻ്റെ മനസ്സിൽ മിഞ്ചി അത് എന്താണെന്നുള്ള ഇപ്പോഴൊന്ന് പഠിച്ചു വെച്ചത് നന്നായി. നാളെ ഇനിയിപ്പോൾ മഹിമയെ കല്യാണം കഴിക്കുമ്പോൾ അവളും ഇതുപോലത്തെ ഓരോ പേര് പറഞ്ഞു വരുമോ എന്നാ ഒരു ഇതിലിരിക്കുമ്പോൾ ഗൗരിയമ്മ പറയുന്നത്, അവനെ എന്നോട് വന്നിട്ട് പറയാ ഭാനുമ്മക്കാണ് മിഞ്ചി മേടിക്കുന്നതെന്ന്. എനിക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നാൽ പൊട്ടനായ നീയോ ഇഞ്ചി പോയി എടുത്തു കൊണ്ടുവരുന്നു. രണ്ടുപേരും ഒരേ കണക്കാണ്. ഇക്കണക്കിന് നീ നാളെ ഒരു പെൺകുട്ടിയെ, നീ സ്നേഹിക്കാൻ പോകുന്ന പെൺകുട്ടി, നിന്റെ ഭാര്യയായി വരാൻ പോകുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവൾ ഇതേപോലെ ആവശ്യങ്ങളുമായി വന്നാൽ നീ എന്താടാ കൊണ്ടുകൊടുക്കുക? മുളകോ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമോ? അതിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയുമോ? ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് എങ്ങനെ അറിയാനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് ആവശ്യം വരുന്നത്? ഞങ്ങൾക്ക് അറിഞ്ഞെങ്കിലല്ലേ ഞങ്ങൾക്ക് അവർക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം അറിഞ്ഞു വെക്കണടാ. വെറും ഈ ഒരു ബുക്കും നോട്ടും അതും മാത്രം പഠിച്ചാൽ പോരാ, ലോക വിവരവും കുറച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞു ഗൗരിയമ്മ മുകുന്ദനെ കളിയാക്കുമ്പോഴാണ് കേട്ടോ മഹിമയുടെ കയറിവരവ്. മഹിമയുടെ ആ വരവിൽ തന്നെ ഒരു പ്രത്യേക സുഖം മുകുന്ദൻ്റെ മനസ്സിൽ കിട്ടിത്തുടങ്ങാണ്. താനും ഇതേപോലെ ഒരു മിഞ്ചി വാങ്ങിക്കൊണ്ടുവരണം. ഇന്ന് മഞ്ജു മിഞ്ചി പറഞ്ഞെങ്കിൽ നാളെ ഞാൻ അവൾക്ക് സർപ്രൈസായി ഒരു മിഞ്ചി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. ഡാ നീ ഈ ലോകത്തൊന്നല്ലേ, അവളത് കയറി വരുന്നത് എന്ന് ഗൗരിയമ്മ പറയുമ്പോഴാണ് കേട്ടോ ഇത് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ സമയം ചാച്ചു കയറി വരുമ്പോൾ തൻ്റെ വായിൽ സ്വപ്ന ഇങ്ങനെ സ്പ്രേ അടിച്ചു എന്ന് പറയുമ്പോൾ ചാച്ചു പറയാണ്, എടാ നീ വിചാരിക്കുന്ന പെണ്ണല്ല അവൾ നിന്നെ മനഃപൂർവ്വം ട്രാപ്പിലാക്കുന്നതാണ്. എൻ്റെ ചാച്ചു അതൊക്കെ വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. അവൾക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, അവൾ അറിയാതെ എനിക്ക് എടുത്തു തന്ന. നീ ഇതും പറഞ്ഞ് വിശ്വസിച്ചോ? അവൾ നിന്നെ ഏത് കെണിയിലാണ് വീഴ്ത്തുന്നതെന്ന് നീ നോക്കിക്കോ എന്നിങ്ങനെ ചാച്ചു സഞ്ജയ്ക്ക് മുന്നിൽ പറയുന്നുണ്ട് കേട്ടോ.